Hi friends, welcome to Nista Gallery. ഇന്ന് ഞാൻ ചോക്ലേറ്റ് മിനി ക്രോയ്സൻ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള പാൽ വേണം. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റ് ആണ്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഈ സമയം നമ്മൾ നേരത്തെ മൈദയിലേക്ക് ഉപ്പ് ചേർത്തതാണ്, അതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ച പാലും പഞ്ചസാര ഈസ്റ്റ് മിക്സ് ഇതിലേക്ക് കുറച്ചായി ചേർത്ത് ഒന്ന് നല്ല പോലെ മാവ് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായി ഒരല്പം ഒലീവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി നമുക്കൊന്നിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഇവിടെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒന്നുകൂടി നല്ല പോലെ കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇതൊരു 8 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഒരു ബോൾ ഷേപ്പിലാക്കി കൊടുക്കാം. അങ്ങനെ എല്ലാ മാവും ഞാനിവിടെ ബോൾസായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഒരു ബോൾ എടുത്ത് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ പരത്തിയെടുത്താൽ മതി. അധികം കനം കൂടാനോ കനം കുറയാനോ പാടില്ല. ഒരു മീഡിയം സൈസിൽ പരത്തിയെടുക്കാം. ഈ പരത്തി വെച്ച മാവിലേക്ക് ഒരല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുകളിലായി ഒരല്പം മൈദപ്പൊടിയും നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം.
ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ബോൾസും എല്ലാം പരത്തിയെടുക്കാം. ഓരോ മാവും പരത്തിയതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ബട്ടറും അതേപോലെ മൈദപ്പൊടിയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാ മാവും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് വീണ്ടും ഒന്ന് കൗണ്ടർ ടോപ്പിലേക്ക് തന്നെ വെക്കാം. ഇതിന് മുകളിലായി ലാസ്റ്റ് പരത്തിയ മാവ് ഒന്ന് വെച്ച് കൊടുക്കാം. അത് കുറച്ച് വലിപ്പം കൂടിയിട്ടാണ് പരത്തിയിട്ടുള്ളത്, കാരണം ഇതൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ പരത്തി വെച്ച മാവും ഒരുമിച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല പോലെ ഇതൊന്ന് ഷേപ്പ് ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാ മാവും ഒരേപോലെ ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിനെ പ്ലേറ്റിലേക്ക് വെച്ച് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കിയെടുക്കാം. അരമണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റാപ്പിംഗ് കവർ മാറ്റിയതിന് ശേഷം ഇതൊന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല കറക്റ്റായിട്ടുള്ള റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു കോണായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 12 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിത് ഓരോന്നും മാറ്റി വയ്ക്കാം. ഞാൻ ചോക്ലേറ്റ് ക്രോയിസൻ്റ് ആണല്ലോ ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചോക്ലേറ്റ് എടുക്കാം. ഞാനിവിടെ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ്സ് കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് ഈ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസിൽ നിന്നും ഒരു പീസ് എടുത്ത് അത് ചെറിയ രീതിയിലൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു അറ്റത്ത് ഇതുപോലെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു ചെറിയ പീസ് ചോക്ലേറ്റ് എടുത്തിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കട്ട് ചെയ്ത് 2 ഭാഗം ഒരുപോലെ എടുത്ത് ഇതുപോലെ നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്രോയിസൻറ്റിൻ്റെ ഷേപ്പ് ഇതുപോലെയാണല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് റോൾ ചെയ്തിട്ട് ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം.
ക്രോയിസൻറ്റും ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യണം. ഇതിനു വേണ്ടി ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഓരോ ക്രോയിസൻറ്റ് വീതം നമുക്ക് എടുത്തു വെക്കാം. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സമയം ഞാൻ ഓവന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ്സാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അത് പ്രീഹീറ്റ് ആവുന്ന ടൈമിൽ നമുക്ക് ഈ ക്രോയിസൻ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിന് മുകളിൽ നമുക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ല ഗോൾഡൻ ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് എഗ് വാഷ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഓവനിലേക്ക് ഈ ട്രേ വെച്ച് കൊടുക്കാം. നമുക്കിത് 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ക്രോയിസൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഓവനിൽ നിന്നും പുറത്തെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ക്രോയിസൻ്റ് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ക്രോയിസൻ്റ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചോക്ലേറ്റൊക്കെ നല്ല പോലെ മെൽട്ടായി വന്നിട്ടുണ്ട്, നല്ല പോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ചോക്ലേറ്റിന് പകരം നിങ്ങൾക്ക് ചീസൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.